ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എഗ് റൈസാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു എഗ് റൈസ് തയ്യാറാക്കാവുന്നതാണ്. മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ ഒരു എഗ് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചോറ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ വെളിച്ചെണ്ണയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതലും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളെല്ലാം നന്നായിട്ട് തന്നെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മുട്ട കാടമുട്ടയാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് വരച്ച് കൊടുത്താലും മതിയാകും, കട്ട് ചെയ്യാതെ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മുട്ടയിൽ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ മുട്ട കട്ട് ചെയ്യാതെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കോഴിമുട്ട വെച്ചിട്ടും ഇതുപോലെ പുഴുങ്ങിയ മുട്ട കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇനി പുഴുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തത് ഒന്ന് ചിക്കി കൊടുത്തിട്ട് ഇതുപോലെ റൈസ് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ വെന്ത ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. വെന്ത ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു മുട്ട നിങ്ങൾ കട്ട് ചെയ്യാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞക്കുരുവിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. കട്ട് ചെയ്യാതെ ഉണ്ടാക്കുകയാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്